പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 27-ാം തിരുവചനത്തിലൂടെ ഈശോ ഇപ്രകാരമാണ് സംസാരിക്കുന്നത്: ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ടു പോകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു. ലോകം നൽകുന്നത് പോലെ അല്ല ഞാൻ നൽകുന്നത്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. ഈശോയ്ക്ക് മറ്റു പലതും നമുക്ക് തന്നിട്ട് പോകാമായിരുന്നു. സമ്പത്തോ സൗഭാഗ്യങ്ങളോ ഒന്നും കർത്താവ് നമുക്ക് വാഗ്ദാനം ചെയ്യുന്നില്ല. അവിടുന്ന് വാഗ്ദാനം ചെയ്തത് ഒന്നു മാത്രമാണ്, അതാണ് സമാധാനം. എല്ലാം ഉണ്ടായിരിക്കെ സമാധാനമില്ലാത്ത അവസ്ഥ എത്രയോ പരിതാപകരമാണ്. സമാധാനം തേടി നമ്മൾ വേറെ എങ്ങും അലയേണ്ട ആവശ്യമില്ല എന്നാണ് ഈശോ നമ്മളെ പഠിപ്പിക്കുക. ഈശോയുടെ അടുക്കൽ ചേർന്ന് നിൽക്കുന്നവർക്കാണ് ഈ സമാധാനത്തിന് അർഹത ഉള്ളത്. നമ്മുടെയും ഹൃദയത്തിൻ്റെ സമാധാനം നഷ്ടപ്പെടുന്നത് എപ്പോഴാണ്? എന്താണ് അതിൻ്റെ കാരണങ്ങൾ? പാപമാണോ? ആഗ്രഹങ്ങളാണോ? വെറുപ്പോ വൈരാഗ്യമോ ആണോ? എന്തുതന്നെയായാലും തടസ്സമായി നിൽക്കുന്ന ഇങ്ങനെയുള്ള വികാരങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് വിട്ടുകൊടുക്കാം. കാറ്റിൽ പറക്കുന്ന തൂവലിന് ഉള്ള സ്വാതന്ത്ര്യം സമാധാനമുള്ള വ്യക്തികളുടെ ഹൃദയത്തിൽ നിറയും. നമ്മുടെ ആകുലതകളെ, ഉത്കണ്ഠകളെ ദൈവകരങ്ങളിലേക്ക് പൂർണ്ണമായി കൊടുക്കാം. സമാധാനദാതാവായ ഈശോയുടെ ഹൃദയത്തോട് നമ്മുടെ ഹൃദയങ്ങളും ചേർക്കാം. ഈ വചനം കേൾക്കുന്നവരുടെ ജീവിതത്തിലും കുടുംബത്തിലും ഈശോയുടെ സമാധാനം നിറയപ്പെടട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.